അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ ഖാതമിൽ അംബിയാഇ വൽ മുർസലീൻ. സൂറത്തുൽ ഹജ്ജിലെ ഒന്നാമത്തെ ആയത്താണ് ഇന്ന് നമ്മൾ വിശദീകരിക്കേണ്ടത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു തഖൂ റബ്ബക്കും ഇന്ന സൽസലതസ് സാഅത്തി ശൈഉൻ അലീം. അഊദു ഇസ്തിആദത്ത് ഖുർആൻ ഓതുമ്പോൾ അത്യാവശ്യമാണ്. നമുക്കറിയാം ഫഇദാ ഖറഅതൽ ഖുർആന ഫസ്തഈദ് ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദു പാരായണം ചെയ്യണം എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. ബിസ്മിയും പൊതുവെ പാരായണം ചെയ്യേണ്ടത് തന്നെയാണ്. ബിസ്മി കൊണ്ട് തുടങ്ങാത്ത അമലുകൾ ഫഹുവ അബ്തർ എന്നാണ്, അത് വാലറ്റതാണ് എന്ന് ഹദീസിൽ കാണാവുന്നതാണ്. അപ്പോൾ ഖുർആൻ പാരായണം ചെയ്യുമ്പോൾ അഊദു പാരായണം ചെയ്യണം, ബിസ്മിയും പാരായണം ചെയ്യണം. അതിൻ്റെ ഗൗരവങ്ങൾ, അതിൻ്റെ വിശദീകരണങ്ങൾ നാം ഒന്നുകൂടി ആഴത്തിൽ പഠിക്കേണ്ടതാണ്. ഏതായാലും സൂറത്തുൽ ഹജ്ജിലേക്ക് നമ്മൾ കടക്കുകയാണ്. യ അയ്യുഹന്നാസ്, ഖുർആൻ പല സ്ഥലങ്ങളിലായി വിളിച്ച ഒരു പ്രയോഗമാണ് യ അയ്യുഹന്നാസ് എന്നുള്ളത്. ഏകദേശം 20ഓളം സ്ഥലങ്ങളിൽ ഖുർആൻ ആ പ്രയോഗം നടത്തിയിട്ടുണ്ട്. യ അയ്യുഹന്നാസ്, അല്ലയോ മനുഷ്യരെ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ലോകാവസാനത്തിൻ്റെ ഭീകരതയെക്കുറിച്ചാണ് പറയുന്നത്. അത് എല്ലാവരെയും വിളിച്ചാണ് പറയുന്നത്. ലോകത്തുള്ള മുഴുവൻ മനുഷ്യരോടുമാണ് അള്ളാഹുവിൻ്റെ ഈ പ്രതിപാദ്യം എന്നുള്ളതാണ്. യ അയ്യുഹന്നാസ് ഇത്തഖു റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ സൂക്ഷിക്കണം. ഇന്ന സൽസലതസ് സാഅത്തി ശൈഉൻ അലീം. ഇന്ന സൽസലതസ് സാഅത്ത്, ആ സാഅത്തിൻ്റെ അന്ത്യനാളിൻ്റെ പ്രകമ്പനം എന്നുള്ളത് ശൈഉൻ അലീം, അതൊരു ഭയങ്കരമായ കാര്യം തന്നെയാണ് എന്നാണ് ഖുർആൻ പറഞ്ഞ ആയത്തിൻ്റെ അർത്ഥം. അങ്ങനെയാണ്. അപ്പോൾ കുറേ വിഷയങ്ങൾ ആ ഒരു ആയത്തിലുണ്ട്. ഒന്ന് ഇത്തഖൂ റബ്ബക്കും എന്ന പ്രയോഗമാണ്, മറ്റൊന്ന് സൽസലതസ് സാഅത്തി എന്ന പ്രയോഗമാണ്, 3 ശൈഉൻ അലീം എന്ന പ്രയോഗമാണ്. ഈ 3 പ്രയോഗത്തിൽ അതിൽ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തഖ്വ എന്നുള്ളതാണ്. ഇത്തഖൂ റബ്ബക്കും. അപ്പോൾ തഖ്വ നിർബന്ധമാണ്. നമ്മുടെ അമലുകൾ സ്വീകരിക്കാൻ നിയ്യത്ത് വേണം, ഇഖ്ലാസ് ഉണ്ടാവണം. അതുപോലെ നമ്മുടെ കർമ്മങ്ങൾ, അമലുകൾ സ്വീകരിക്കാൻ നിർബന്ധമായ ഒന്നാണ് എന്ത്? തഖ്വ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അള്ളാഹുവിൽ തഖ്വ നിങ്ങൾ അർപ്പിക്കണം എന്നാണ്. ഇത്തഖൂ, നിങ്ങൾ തഖ്വ നിലനിർത്തണം, തഖ്വ കാണിക്കണം. ആരോട്? റബ്ബക്കും, നിങ്ങളുടെ റബ്ബിനോട് എന്നാണ്. അപ്പോൾ നമ്മുടെ കർമ്മങ്ങളിൽ കാപട്യം ഉണ്ടാവാൻ പാടില്ല. നമ്മുടെ കർമ്മങ്ങളിൽ വേറെ ആരെയെങ്കിലും തൃപ്തിപ്പെടുത്താൻ ഉള്ളത് ആവാൻ പാടില്ല. നമ്മുടെ അമലുകൾ ചെയ്യുമ്പോൾ വേറെ ആരെങ്കിലും കാണുന്നത് കൊണ്ടോ വേറെ ആരെയെങ്കിലും കാണിക്കുവാനോ വേണ്ടി ആകുവാൻ പാടില്ല എന്നർത്ഥം. അപ്പോൾ ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് തഖ്വ കാണിക്കണം എന്നാണ്. മാത്രമല്ല തഖ്വ ഇല്ലാത്ത അമല് സ്വീകരിക്കൂല. ആർക്കാണ് തഖ്വയുള്ളത് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റോ? ഇല്ല. മറ്റുള്ളവൻ്റെ തഖ്വയെ അളക്കുവാനുള്ള ഒരു സംവിധാനം നമ്മുടെ കയ്യിലില്ല. കാരണം അത്തഖ്വ ഹാഹുന, തഖ്വ ഇവിടെയാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൽബിൽ ചൂണ്ടിക്കൊണ്ട് പറഞ്ഞ വിഷയമാണ്. അതുകൊണ്ട് തന്നെ തഖ്വ എന്നുള്ളത് അവനവനും അവനവൻ്റെ റബ്ബും തമ്മിലുള്ള ഒരു സ്വകാര്യമായ ഇടപാടാണ് തഖ്വ. അതുകൊണ്ട് വേറെ ഒരാളെ കുറിച്ച് അയാൾക്ക് തഖ്വയുണ്ട് എന്നോ തഖ്വ ഇല്ല എന്നോ പ്രഖ്യാപിക്കാൻ നമുക്ക് സാധ്യമല്ല. എനിക്ക് തഖ്വയുണ്ടോ, എനിക്ക് തഖ്വയില്ലേ, അത് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ എന്നാണ് പറഞ്ഞതിൻ്റെ ചുരുക്കം. അതുകൊണ്ട് തന്നെ ഖുർആൻ 60ഓളം തവണ ആവർത്തിച്ച വിഷയമാണ് തഖ്വയെക്കുറിച്ച വിഷയം. ഉസ്വീക്കും ബി തഖ്വല്ല, നമ്മുടെ ഖുത്ബയുടെ തുടക്കത്തിൽ പറയുന്നൊരു പ്രയോഗമാണ് തഖ്വ കൊണ്ട് ഞാൻ നിങ്ങളോട് വസിയത്ത് ചെയ്യുന്നു എന്ന പ്രയോഗം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച ഒരു മര്യാദയാണ് തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുക എന്നുള്ളത്. നമ്മൾ പരസ്പരം വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ് സബ്ർ, പരസ്പരം വസിയത്ത് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റേണ്ടതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തഖ്വയെക്കുറിച്ച് ഒരുപാട് വിശദീകരിക്കേണ്ടതാണ്. നമ്മൾ തൽക്കാലം ഇത്ര പറയാം. അപ്പോൾ യാ അയ്യുഹന്നാസ് ഇത്തഖൂ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ എന്ത് ചെയ്യുക? കൃത്യമായി തഖ്വയോടുകൂടി നിങ്ങൾ റബ്ബിനെ അഭിമുഖീകരിക്കുക. ഇത്തഖൂ റബ്ബക്കും. അപ്പോൾ ആ രൂപത്തിൽ നിങ്ങൾ റബ്ബിനെ സൂക്ഷിക്കണം. എന്നിട്ട് അള്ളാഹു വളരെ ഗൗരവമുള്ള ഭയാനകമായ ഒരു കാര്യം പറയുകയാണ്. എന്താ ഗൗരവമുള്ള കാര്യം? ഇന്ന സൽസലതസ് സാഅത്തി ശൈഉൻ അലീം. ഇന്ന, തീർച്ചയായും
സൽസലത്ത്, സൽസല എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഇതാ സുൽസിലത്തിൽ അർലു സിൽസാലഹ, ഇതാ റുജ്ജത്തിൽ അർലു റജ്ജ. അപ്പോൾ സൽസല എന്ന് പറഞ്ഞാൽ പ്രകമ്പനത്തിനാണ് പൊതുവെ ഭാഷയിൽ പറയുക, സൽസലത്ത്. അപ്പോൾ ഇന്ന സൽസലത സാഅത്തി, സാഅത്ത് എന്ന് പറഞ്ഞാൽ ഭാഷാപരമായിട്ട് വാച്ച് ഒക്കെ, വാച്ചിനൊക്കെ പറയാറ്, സമയം, വാച്ച്, ക്ലോക്ക് അങ്ങനെയൊക്കെ പറയാം. ഇവിടെ ഖിയാമത്ത് നാളിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്, അന്ത്യ നാളിനെ കുറിച്ച്. ഇന്ന സൽസലത സാഅത്തി, ആ അന്ത്യനാളിൻ്റെ പ്രകമ്പനം, ആ ഖിയാമത്ത് നാളിൻ്റെ പ്രകമ്പനം. ഇന്ന സൽസലത സാഅത്തി, സാഅത്തി ഷൈഉൻ അലീം. നമ്മൾ ഓതുമ്പോൾ ഷൈഉൻ അലീം എന്നാണ് പറയുക. ഇന്ന സൽസലത സാഅത്തി ഷൈഉൻ അലീം, ഷൈഉൻ അലീം അങ്ങനെയാണ് ഓതേണ്ടത്. ഷൈഉൻ അലീം, ഷൈഉൻ അതൊരു കാര്യമാണ്. എങ്ങനത്തെ കാര്യമാണ്? അലീം, ഭയാനകമായ, ഭയവിഹ്വലമായ, വലിയ ഗൗരവമുള്ള വിഷയമാണ് ഏത്? ഖിയാമത്ത് നാളിൻ്റെ പ്രകമ്പനം എന്നുള്ളത് എന്നാണ്. ഖുർആൻ ഖിയാമത്ത് നാളിനെ കുറിച്ച് പറഞ്ഞ ഒരുപാട് പ്രയോഗങ്ങൾ നമുക്കറിയാം. യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്, നമുക്കറിയുന്ന ഒരായത്താണ്. അൽ ഖാരിഅ മൽ ഖാരിഅ, അൽ ഹാഖ മൽ ഹാഖ. അക്കൂട്ടത്തിൽ യൗമ യകൂനു നാസു കൽ ഫറാശിൽ മബ്സൂസ്, അങ്ങനെ പാറ്റകളെപ്പോലെ, പൂമ്പാറ്റകളെപ്പോലെ, പ്രാണികളെപ്പോലെ മനുഷ്യൻ അങ്ങനെ എന്ത് ചെയ്യുന്ന, പാറിപ്പറന്നു പോകുന്ന ഒരു ഘട്ടമാണ് ഖിയാമത്ത് നാളിൽ ഉണ്ടാവുക എന്നാണ്. അള്ളാഹു അത്തരം ഭയാനകതയിൽ നിന്നും ശിക്ഷകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാവട്ടെ, ആമീൻ. അപ്പോൾ ഭീകരതയാണ് ഖുർആൻ പറയുന്നത്. ഖിയാമത്ത് എന്നുള്ളത് അതിൻ്റെ ഭീകരതയാണ് എന്ന് പറഞ്ഞു. അടുത്ത ആയത്തിൽ അത് ഒന്നുകൂടി അതിൻ്റെ ഭയാനകത വിശദീകരിക്കാൻ ഇൻഷാ അള്ളാഹു ബാക്കി നന്നായി പഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.